ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിദിലല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം ഫഇലാഹുകും ഇലാഹും വാഹിദ് ഫലഹു അസ്ലിമൂ വബശ്ശിരിൽ മുഖ്ബിതീൻ. റബ്ബി ഇശ്റഹ് ലി സുദ്രി വയസ്സിർ ലി അംരി. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും മരണം വരെ സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും സൂക്ഷ്മതയോടെ സ്വീകരിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരക്രമം മതചൂഷണങ്ങളും വിശ്വാസ ചൂഷണങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഓരോരുത്തരും അവർക്കനുസരിച്ച് മതത്തെ വ്യാഖ്യാനിക്കുകയും അവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയും നേട്ടങ്ങളുണ്ടാക്കാനും ഇല്ലാത്ത ചില കെട്ടുകഥകൾ വർണ്ണിച്ചുകൊണ്ട് എനിക്കെന്താണോ തോന്നുന്നത് അതെന്റെ മതമായി, മതത്തിന്റെ അവസ്ഥയായി വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ് നിരവധി പുരോഹിതന്മാരും മതവിശ്വാസികളും. കേവലം അതൊരു ഇസ്ലാം മതം, ആ മതത്തിലേയുള്ളൂ എന്നു മാത്രമല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇന്ന് കേരളക്കരയിൽ എത്ര മതങ്ങളുണ്ടോ ആ മതങ്ങളൊക്കെ, എല്ലാ മതങ്ങളിലും ഈ ചൂഷണങ്ങളുണ്ട്. ചില മതവിശ്വാസികൾ അവർക്കനുസരിച്ച് ആ മതത്തെ വ്യാഖ്യാനിക്കുന്നു, ആ മതത്തിന്റെ കെട്ടുകഥകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിലേറെ സങ്കടകരം, എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ മതത്തിലുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ മീഡിയകളും ആളുകളും ലക്ഷ്യം വെക്കുന്നത് ഇസ്ലാം എന്ന മതത്തെ മാത്രമാണ്. ഏതാനും ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു ക്രിസ്ത്യൻ സഹോദരൻ മത ആഭിചാരിക ക്രിയയുടെ ഭാഗമായി തന്റെ അച്ഛനെയും അമ്മയെയും വല്യച്ഛനെയും വല്യമ്മയെയും അതിമൃഗീയമായ രീതിയിൽ ബലികർമ്മം നടത്തിയപ്പോ, കൊന്നുകളഞ്ഞപ്പോ മീഡിയകളും നാട്ടുകാരും പറഞ്ഞു അവന് ഭ്രാന്തായതുകൊണ്ടാണ്, അല്ലാതെ ആ മതത്തിന്റെ കുഴപ്പമല്ല. ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ പ്രസിദ്ധമാക്കപ്പെട്ട ഒരു മഹല്ലിൽ ദർസ് പഠിക്കാൻ പോകുന്ന 10 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായ കുട്ടിയെ
ഒരു അമുസ്ലിമായ ഹിന്ദു സഹോദരൻ പൈശാചികമായ രീതിയിൽ കഴുത്തറുത്തു കൊന്നപ്പോ വീണ്ടും മീഡിയകളും നാട്ടുകാരും പറഞ്ഞു അവന് ഭ്രാന്താണ്, അല്ലാതെ മതത്തിന്റെ കുഴപ്പമല്ല. എന്നാൽ തൊട്ടു മാസങ്ങൾക്ക് ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ മതഭ്രാന്ത് ബാധിച്ച ഒരു പെണ്ണ് സ്വന്തം മകനെ കഴുത്തറുത്തു കൊന്നപ്പോ ആ പെണ്ണിന്റെ ഭ്രാന്തിനെ പറ്റിയല്ല ആളുകൾ ചർച്ച ചെയ്യുന്നത്. മറിച്ച് അവൾ പഠിച്ച അല്ലെങ്കിൽ അവളുടെ മക്കള് പഠിച്ച സ്ഥാപനം, ആ പെണ്ണ് ധരിച്ച പർദ, മഫ്ത, ആ പെണ്ണ് മുൻപ് ജോലി ചെയ്തിരുന്ന മദ്രസ, ആ പെണ്ണിന്റെ പേര്, ആ പെണ്ണിന്റെ കുടുംബം, ഇതൊക്കെ ഒരു മതവർഗീയമായി, മതത്തിന്റെ പോരായ്മയായി ഇസ്ലാമും നാസ്തികരും മതത്തിന്റെ വെറുപ്പ് മനസ്സിൽ കൊണ്ട് നടക്കുന്ന വ്യാപാരികളും ആ മതത്തെ മാത്രം ലക്ഷ്യം വെക്കുമ്പോൾ തീർച്ചയായും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അത് വ്യക്തിയോടുള്ള വെറുപ്പല്ല, ഒരു മതത്തോടുള്ള വെറുപ്പാണ്. എന്നാൽ പരിശുദ്ധ ഇസ്ലാം ഈ ലോകത്ത് അത്തരത്തിലുള്ള ഒരു മന്ത്രവാദ കൊലകളെ ന്യായീകരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ബലി, മനുഷ്യബലി കൊടുക്കാൻ ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ടോ? ഒരു തരത്തിലും ഇസ്ലാമിക ചരിത്രത്തിൽ നരബലിയെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയോ കൽപ്പിക്കുകയോ അത് നിർവഹിക്കാൻ വേണ്ടി പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. മതമില്ലാത്ത നാസ്തിക മനോഭാവക്കാര് പോലും, യുക്തിവാദിയായ മനുഷ്യൻ പോലും ഈ മതത്തിലില്ലാത്ത കാര്യത്തിന്റെ പേരിൽ ഈ കൊലപാതകത്തെ വെച്ചുകെട്ടി. ഏതൊരാൾക്കും ലക്ഷ്യം ഇസ്ലാമാകുമ്പോ എന്താണ് ബലിയുടെ പേരിൽ ഇസ്ലാം പഠിപ്പിച്ചത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഇസ്ലാം ഒരിക്കലും നരബലിയെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിച്ചതത്രയും മൃഗബലിയെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ മുൻകാലഘട്ടത്തിലുള്ള മുഴുവൻ സമൂഹങ്ങൾക്കും ആ മൃഗബലി ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. മറ്റു മതങ്ങളെപ്പോലെ ഇസ്ലാമും ലോകത്തെ പഠിപ്പിച്ചു. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, ഇസ്ലാമിന്റെ പ്രവാചകന്റെ ഈ ഭൂലോകത്തുള്ള സർവമാന മനുഷ്യരുടെയും സൃഷ്ടാവായ ദൈവം അള്ളാഹു മനുഷ്യരോട് പറയുന്നു, വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ. ഓരോ ജനതക്കും ഞാൻ അവരവരുടേതായ ആരാധനാ കർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ ജനതക്കും അവരവരുടേതായ കർമാനുഷ്ഠാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ലിയദ്കുറുസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവർക്ക് അല്ലാഹു അനുവദിച്ചു കൊടുത്ത മൃഗങ്ങളിൽ നിന്ന് അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ ബലികർമ്മം നടത്തട്ടെ. മനുഷ്യരെ റബ്ബ് ബലികർമ്മം നടത്തട്ടെ എന്നല്ല, അവർക്ക് അനുവദിക്കപ്പെട്ട മൃഗങ്ങളിൽ നിന്ന്, അഥവാ പന്നിപ്പെടില്ല, പട്ടിപ്പെടില്ല, നായപ്പെടില്ല, എന്നാൽ അള്ളാഹ് അനുവദിച്ച മൃഗങ്ങളുണ്ട്. ആടായിട്ടും മാടായിട്ടും ആ അനുവദിക്കപ്പെട്ട മൃഗങ്ങളിൽ നിന്ന് അവർ ബലികർമ്മം നടത്തട്ടെ. എന്തിന്? ഫഇലാഹുക്കും ഇലാഹും വാഹിദ്, ഏകനായ സൃഷ്ടാവിന്റെ തൃപ്തിക്ക് വേണ്ടി, ആ റബ്ബിന്റെ കാരുണ്യത്തിനു വേണ്ടി. എന്നിട്ടോ ഫലഹു അസ്ലിമു, അതുകൊണ്ട് ആരതിന് കീഴ്പ്പെടുന്നുവോ ഫബശ്ശിരിൽ മുഖ്ബിതീൻ, ആ വിനേദ വിധേയം കാണിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക. ഈ ആയത്തിൽ എവിടെയും മനുഷ്യബലി കൊടുക്കാൻ ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല. മറിച്ച് ആവർത്തിച്ച് പഠിപ്പിക്കുന്നത് ഇലാഹായ റബ്ബിനു വേണ്ടി, റബ്ബിന്റെ മാർഗത്തിൽ ആ മൃഗത്തെ ആര് ബലി കൊടുക്കുന്നുവോ അവർക്കാണ് സന്തോഷ വാർത്ത. ആദ്യമായി ലോകത്ത് ബലികർമ്മം നടത്തിയത് ആദം നബിയുടെ മക്കളാ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മക്കളായ 2 മക്കളോടും അള്ളാഹു കൽപ്പന കൊടുത്തു, നിങ്ങൾ റബ്ബിന് ബലി കൊടുക്കണം. എന്തു കൊടുക്കണം? ഒരാൾ മറ്റൊരാളെ കൊന്നു തീർക്കണമെന്നല്ല, അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കാൻ സാധിക്കുന്ന മൃഗത്തെ നിങ്ങൾ റബ്ബിന് വേണ്ടി ആ ബലികർമ്മം നിർവഹിക്കണം. 2 പേരും ബലികർമ്മം നിർവഹിച്ചു. പക്ഷെ അതിൽ ഒരാളുടേതേ റബ്ബ് സ്വീകരിച്ചിട്ടുള്ളൂ. ആ കാര്യത്തെപ്പറ്റി വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, വത്ലു അലൈഹിം നബഅ ഇബ്നൈ ആദം ബിൽ ഹഖ്. അല്ലയോ പ്രവാചകരെ, ആദം നബിയുടെ മക്കളുടെ കാര്യം നിങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുക. ഇത് ഖറബ ഖുർബാനൻ, അവർ 2 പേരും ബലി നിർവഹിച്ചു. പക്ഷേ അതിൽ ഒരാളുടേതേ റബ്ബ് സ്വീകരിച്ചിട്ടുള്ളൂ, ഒരുത്തന്റേത് റബ്ബ് സ്വീകരിച്ചിട്ടില്ല. സ്വീകരിക്കാത്തവൻ സ്വീകരിച്ചവനോട് പറഞ്ഞു, ലഅഖ്തുലന്നക,
അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അതിനു മറുപടിയായി മറ്റുള്ള മകൻ നിർവഹിച്ചപ്പോ സ്വീകരിച്ച മകൻ പറഞ്ഞു, അള്ളാഹു സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളുടേതു മാത്രമാണ്. ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, മനസ്സിന്റെ നിഷ്കളങ്കതയോടെ ഏകനായ സൃഷ്ടാവിന് കൊടുക്കുന്നു എന്ന മനസ്സോടുകൂടി നിങ്ങളൊരു മൃഗത്തെ ബലിയറുത്താൽ അത് അള്ളാഹു സ്വീകരിക്കും. അതിനു പകരം മനസ്സ് നന്നാക്കാതെ പ്രത്യക്ഷമായ ജനങ്ങൾക്കിടയിൽ പോരിശ കിട്ടാനോ നാട്ടുകാർക്കിടയിൽ പബ്ലിസിറ്റി കിട്ടാനോ മറ്റേതെങ്കിലും വ്യക്തികളോടുള്ള വെറുപ്പോ വിദ്വേഷമോ തീർക്കാനോ മറ്റേതെങ്കിലും ആളുകൾക്കിടയിൽ പെരുമ നടിക്കാനോ കൊടുത്തതാണ് ബലിയെങ്കിൽ അത് മൃഗമാണെങ്കിലും പക്ഷിയാണെങ്കിലും അത് അല്ലാഹുവിന് വേണ്ട. മറിച്ച് അല്ലാഹ് ആഗ്രഹിക്കുന്നത് കൊടുക്കുന്നവന്റെ മനസ്സ, സൃഷ്ടാവിന്റെ മാർഗത്തിൽ കൊടുക്കുന്ന ആ ദാനധർമ്മം. മൂസാ നബിയുടെ ചരിത്രം പരിശോധിച്ചാലും മൃഗബലി ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. വഇദ് ഖാല മൂസ ലിഖൗമിഹി ഇന്നല്ലാഹ യഅമുറുക്കും അൻ തദ്ബഹു ബഖറ. മൂസാ നബി തന്റെ ജനതയെ അടുത്തു വിളിച്ചിട്ട് പറഞ്ഞു, അള്ളാഹു കൽപ്പന നൽകിയിരിക്കുന്നു ഒരു പശുവിനെ ബലിയറുക്കാൻ വേണ്ടി, റബ്ബിന് വേണ്ടി കൊടുക്കാൻ. ആ സമയത്തും അള്ളാഹുവിന്റെ തിരുദൂതൻ പ്രവാചകൻ മൂസാ നബി പഠിപ്പിക്കുന്നത് ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. വിവരക്കേടില്ലാത്തവരുടെ കൂട്ടത്തിൽ പെടാൻ ഞാൻ എന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. ഈ പറഞ്ഞതിന്റെ പൊരുൾ, മൂസാ നബി ആ കാര്യം ജനങ്ങളോട് പറഞ്ഞപ്പോ അവർക്കൊരു പരിഹാസം. ആ ജനത ചോദിച്ചു, മൂസ കറുത്തത് വേണോ വെളുത്തത് വേണോ, കുളമ്പിള്ളത് വേണോ കുളമ്പില്ലാത്തത് വേണോ? എന്തിനാണ് ആ ചോദ്യം? റബ്ബ് ചില നിയമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ബലിമൃഗത്തിന്. മാടാണോ 2 വയസ്സ് തികയണം, ആടാണോ 1 വയസ്സ് തികയണം, ചെമ്മരിയാടാണോ 6 മാസം തികയണം. മാത്രമല്ല അറുക്കുന്ന കത്തി മൂർച്ചയുള്ളതായിരിക്കണം. രക്തം നിങ്ങൾ വാർന്നു പോകുന്ന വേഗത്തിൽ നിങ്ങൾ അതിനെ അറുക്കണം. അതിന്റെ കൈകാലുകൾ മാലിന്യത്തിലേക്ക് എത്തിപ്പെടാതെ ശ്രദ്ധിക്കണം. അതിനെ നിങ്ങൾ ദ്രോഹിക്കരുത്. ആ മൃഗത്തിനോ പക്ഷിക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൃഗബലികൾക്കോ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ, കുളമ്പ് രോഗം, മാരകമായ മുറിവ്, മറ്റേതെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ അറുക്കാൻ പാടില്ല. ഇതൊക്കെ പഠിപ്പിച്ചപ്പോഴായിരുന്നു മൂസാന്റെ ജനത പരിഹാസത്തോടെ ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ മൂസ കുടുമ വേണോ കുടുമ വേണ്ടേ, കറുപ്പ് വേണോ കറുപ്പ് വേണ്ടേ? ഈ പറഞ്ഞതിലും അള്ളാഹ് ഓർമ്മപ്പെടുത്തി, അള്ളാഹ്ക്ക് വേണ്ടത് മനുഷ്യരെയല്ല, റബ്ബിന് വേണ്ടത് മനുഷ്യ ജീവനുകളെയോ നരബലിയോ അല്ല. അള്ളാഹ്ക്ക് വേണ്ടത് മൃഗങ്ങളെ സ്വന്തം ചെലവിൽ നിന്ന് പണം മുടക്കി വാങ്ങി ആ മൃഗത്തെ പൊന്നുപോലെ മകനെ പോലെ മക്കളെ പോലെ നോക്കി ആ മൃഗത്തെ റബ്ബിന്റെ മാർഗത്തിൽ കൊടുക്കുന്നതാണ് ഇസ്ലാമും അള്ളാഹുവും ലോകത്തിന് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ തർക്കമായി രേഖപ്പെടുത്തിയത്, നാസ്തികനായ യുക്തിവാദി രേഖപ്പെടുത്തിയത്, ഇസ്ലാമിൽ നരബലി കൊടുത്തു ഇബ്രാഹിം എന്ന പ്രവാചകൻ. മകൻ ഇസ്മായിലിനെ കൊടുത്തതുകൊണ്ടാണ് ഒരു പെണ്ണ് തന്റെ മകന്റെ കഴുത്തറുക്കാൻ തയ്യാറായതെന്ന്. ചരിത്രമറിയുന്ന ആർക്കും അത്തരത്തിലുള്ളൊരു വാദം വിശുദ്ധ ഖുർആനിൽ കണ്ടെത്താൻ സാധിക്കുകയില്ല. അള്ളാഹു അത്തരത്തിലൊരു നിർദ്ദേശം വെച്ചത് പോലും ഒരു പരീക്ഷണമായിട്ടായിരുന്നു. അള്ളാഹു തആല ഇബ്രാഹിം നബിക്ക് വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞിനെ കൊടുത്തു. വാർദ്ധക്യത്തിൽ കിട്ടിയ മകനോടൊപ്പം ഇബ്രാഹിം നബി സന്തോഷത്തോടെ ജീവിക്കുമ്പോ ഇബ്രാഹിം നബിക്ക് അല്ലാഹു സ്വപ്നത്തിലൂടെ ഒരു കൽപ്പന കൊടുത്തു, ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക. ആ മകനെ നിനക്ക് റബ്ബാണ് തന്നതെങ്കിൽ ഇബ്രാഹിം, ആ മകനെ നീ റബ്ബിന് വേണ്ടി ബലി കൊടുക്കണം. ഇബ്രാഹിം നബി തയ്യാറായി. ആ വിശ്വാസം പരീക്ഷിക്കാനാണ് അള്ളാഹു ആ പരീക്ഷണം നിർദ്ദേശിച്ചതും. ആ മകനെയും റബ്ബ് പരീക്ഷിച്ചു. മകനും റബ്ബിന്റെ മാർഗത്തിൽ വാപ്പാനോട് പറഞ്ഞു, വാപ്പ നിങ്ങൾ എന്നെ അറുത്തുകൊള്ളുക. 2 പേരും കൂടി അതിന് തയ്യാറായി ഒരുങ്ങിയപ്പോ അല്ലാഹു തആല കൽപ്പന കൊടുത്തു, വനാദൈനാഹു അൻയാ ഇബ്രാഹിം. ഇബ്രാഹിമിനെ ഏയാൻ ആകാശത്ത് നിന്ന് റബ്ബിന്റെ കൽപ്പനയോടെ വിളിച്ചു പറഞ്ഞു, ഖദ് സദ്ദഖ്ത റുഅ്യ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. നിനക്ക് തന്ന സ്വപ്നം നീ അതാ സത്യമായിരിക്കുന്നു. അതുകൊണ്ട് ഇബ്രാഹിം മകനെ അറുക്കണ്ട, താങ്കൾ അള്ളാന്റെ മാർഗത്തിൽ ഒരാടിനെ അറുത്തുകൊള്ളുക. അത്രയുള്ളൂ ആ ചരിത്രം. ആ ചരിത്രം പോലും ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചത് മനുഷ്യനെ അറുക്കാൻ വേണ്ടിയിട്ടല്ല, നരബലി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് കൊടുക്കുന്ന നിങ്ങളുടെ മനസ്സ് എത്രമാത്രം സൃഷ്ടാവിനോട് ദൈവത്തോട് അടുത്തിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാ. അതേ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല മറ്റൊരു കാര്യം പഠിപ്പിച്ചു. മുസ്ലിം സമൂഹം ബലിപെരുന്നാളിന് അറുക്കുന്ന മാംസം
ഏത് ബലിക്ക് വേണ്ടി അറുക്കുന്നതാണെങ്കിലും ലൻ യനാലല്ലാഹ ലഹൂമുഹാ വലാ ദിമാഉഹാ, അല്ലാഹുവിന് അതിന്റെ മാംസമോ തൊലിയോ രക്തമോ റബ്ബിന് വേണ്ട. വലാകിൻ തഖ്വാ മിൻകും, കൊടുക്കുന്ന നിങ്ങളുടെ മനസ്സിന്റെ തഖ്വ, സൃഷ്ടാവിന്റെ തൃപ്തിക്ക് വേണ്ടി, ജനങ്ങൾക്ക് ഭക്ഷണമായിക്കൊണ്ട് അവരുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങളെ സമ്പത്തിൽ നിന്നും കൊടുക്കുന്ന പണം, അതാണ് റബ്ബിന് ഇഷ്ടം. അള്ളാഹു പഠിപ്പിച്ചു, ലോകത്തിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, ലഅനല്ലാഹ്, അള്ളാഹു ശപിച്ചിരിക്കുന്നു, മൻ ദബഹ, ഒരുത്തൻ അറുത്തു, ലിഗൈരില്ലാഹ്, അള്ളാഹുവിന് അല്ലാത്ത ഏതെങ്കിലും പ്രതിഷ്ഠകൾക്ക്, അള്ളാഹുവിനല്ലാത്ത മറ്റേതെങ്കിലും ആളുകൾക്ക് അറുത്തവനെ അള്ളാഹ് ശപിച്ചിരിക്കുന്നു. ഈ പറഞ്ഞതിന്റെ ചരിത്രത്തിൽ ഒരു ഭാഗത്തും നരബലി നടത്താൻ, മനുഷ്യനെ കുരുതി കൊടുക്കാൻ ഇസ്ലാം എന്ന മതമോ പ്രവാചക ചരിത്രമോ ലോകത്തെ പഠിപ്പിച്ചിട്ടില്ല. പിന്നെങ്ങനെയാണ് ഇത്തരത്തിലുള്ള ചിന്താഗതികളും പോരായ്മകളും സമൂഹത്തിൽ ഉണ്ടാകുന്നത്? അള്ളാഹുവിന്റെ തിരുദൂതനും ആ കാര്യത്തെപ്പറ്റി ബോധത്തോടെ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. എവിടെയാണ് വിശ്വാസികൾക്ക് പിഴയ്ക്കുന്നത്? അത് മുസ്ലിം എന്ന വിശ്വാസി മാത്രമല്ല, ഹിന്ദു, ക്രിസ്ത്യൻ, ഏത് വിശ്വാസത്തിലും പിഴച്ചു പോകുന്നവരുണ്ട്, പിഴവ് പറ്റുന്നവരുണ്ട്. അതിര് കടന്ന ചില ചിന്ത, വേണ്ടാത്ത ചിലൊരു ആത്മീയത, കപട ആത്മീയത, വേണ്ടാത്ത ചില മനക്കോട്ടകൾ, ചിന്തകൾ, ആ ചിന്തകൾക്കനുസരിച്ചുകൊണ്ട് പിശാചിന്റെ പിന്നാലെ പോകുന്ന ഒരു പ്രവണത അതെല്ലാ മതങ്ങളിലുമുണ്ട്. ഇസ്ലാം എന്ന മതത്തിൽ മാത്രമല്ല, സർവ മതങ്ങളിലും ആ ചിന്താഗതിക്കാരായ ആളുകളുണ്ട്. അതിന്റെ കൂടെ ഇല്ലാത്ത ചില വിശ്വാസത്തിന്റെ കറാമത്ത് കഥകളും ചിലർ കെട്ടിപ്പടച്ചു വിടും. കേട്ടിട്ടില്ലേ, മുസ്ലിം സമൂഹത്തിൽ ഇല്ലാത്ത നിരവധി കഥകളുണ്ട്. പ്ലേറ്റ് അതല്ലെങ്കിൽ വിമാനം ഓടുമ്പോ ഇറങ്ങേണ്ട സ്ഥലമായപ്പോ ഞങ്ങളെ ഷെയ്ഖ് അവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞു, വിമാനമത അതിന്റെ ഇടയിൽ ഇടിച്ചിറക്കി, ഒരു തീപ്പൊരി പോലും പാറിയിട്ടില്ല. പറന്നു പോകുന്ന വിമാനത്തെ എത്താൻ ലേറ്റ് ആയതിന്റെ പേരിൽ പിടിച്ചിറക്കി, പോകുന്ന ആത്മാവിനെ കൊട്ട തട്ടി രക്ഷപ്പെടുത്തി, തന്റെ മുരീദിന്റെ കറാമത്തിന്റെ കളിക്കനുസരിച്ച് ജീവൻ കൊടുത്തു എന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന ചില പൊട്ട കറാമത്ത് കഥകളും ഇല്ലാത്ത ചില വ്യാഖ്യാനങ്ങളും മുസ്ലിം സമൂഹത്തിന്റെ പേരിൽ ചിലർ പടച്ചുവിട്ടപ്പോഴാ ചിലർക്ക് ആത്മീയത വൈകല്യങ്ങളായത്, ചിലർക്ക് ആത്മീയത ഭ്രാന്തായി മാറിയത്. ലോകത്തിന്റെ റസൂലുള്ളാന്റെ വീട്ടിൽ വന്ന് പ്രവാചകൻ രാത്രി എന്ത് ചെയ്യും? ഉറങ്ങും, നിസ്കരിക്കും. ശരി, ഇനി ഞങ്ങൾ ഉറങ്ങില്ല, ഫുള്ള് നിസ്കാരം എന്ന് പറഞ്ഞ സ്വഹാബിയോട് വേണ്ട, അള്ളാന്റെ റസൂലിനേക്കാളും വലിയ ആത്മീയത വേണ്ട എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ ചിന്തിക്കുന്ന ചില കപടന്മാരുടെ മനസ്സുകളിൽ പിശാചിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കും. നിങ്ങളാ ശരി, മോനെ കൊടുത്തോ ബലി, അല്ലെങ്കിൽ അവിടേക്ക് പോയിക്കോ, ഇത് ചെയ്തോ, മന്ത്രിച്ചൂതി കെട്ടിക്കോ, ഉത്തരത്തിൽ കുപ്പി കെട്ടി തൂക്കിക്കോ എന്നൊക്കെ പിശാജ് പ്രേരിപ്പിക്കുന്ന കപട ആത്മീയത മനസ്സിൽ പിശാജ് പെരുപ്പിച്ചുകൊണ്ടിരിക്കും. ആ പിശാജിന്റെ ചിന്തകൾക്കനുസരിച്ച് അവര് പോകും. ഉദാഹരണമായി, ഗർഭം ധരിക്കുന്ന ഒരു പെണ്ണിന്റെ മനസ്സിൽ പിശാജ് ഇട്ടുകൊടുക്കുന്ന ചിന്ത എന്താണെന്നറിയോ? എന്റെ കുട്ടിക്ക് വൈകല്യം ഉണ്ടായാൽ ആ കുട്ടിയെ പിന്നെ കെട്ടിച്ചു വിടാൻ പറ്റൂല, ആ കുട്ടി പ്രസവിക്കുമ്പം കൈയില്ലെങ്കിൽ പിന്നെ എന്റെ കുട്ടീനൊരാളും കെട്ടൂല. പിശാചിന്റെ ചിന്തകൾ കൂടി ആ മനസ്സ് ബേജാറായി, മനസ്സിന്റെ ചിന്തകൾ നഷ്ടപ്പെട്ടു. മെന്റലെന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കും. ഗർഭം ധരിച്ച പെണ്ണിന് വല്ലാത്തൊരു മാനസിക വിഭ്രാന്തി. ജനിച്ചതിന്റെ മുൻപേ പൈതലിനെ കൊന്നുകളയാൻ ആഗ്രഹിക്കുന്നവർ, ഗർഭത്തിൽ തന്നെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നവർ. എന്താ കാരണം? ഇക്കഴിഞ്ഞ ദിവസം ഒരു പെണ്ണ് പോലും, ഒരു അമുസ്ലിം സഹോദരി ഗർഭത്തിന്റെ ദിവസങ്ങൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്തപ്പം ആളുകൾ ചോദിച്ച്, എന്തിനാ നീ കൊന്നത്? നിന്റെ കുട്ടിക്കൊരു നല്ല ഭാവിയില്ലെങ്കിലോ എന്ന് കരുതി ആ പെണ്ണ് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ, സർവ മതങ്ങളിലും എല്ലാ മനുഷ്യരുടെ മനസ്സുകളിലും പിശാച് വേണ്ടാത്ത ചിന്തകൾ ഉണ്ടാക്കും. ഒരു കപട അതിര് കടന്ന ആത്മീയത. അങ്ങനെ ചെയ്താലേ ഈമാൻ ഉണ്ടാകൂ, ഇങ്ങനെ ചെയ്താലേ നിങ്ങൾക്ക് വിശ്വാസം പൂർത്തിയാകൂ എന്ന ചിന്ത, അത് പിശാചിൽ നിന്ന് അല്ലാഹ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, ദുർമന്ത്രണത്തിന്റെ പിശാചുക്കൾ നിങ്ങളെ ഹൃദയത്തിൽ ചൊറിച്ചിലുണ്ടാക്കും, നിങ്ങളെ ഈമാൻ പോരാന്ന് തോന്നിപ്പിക്കും. രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചോ, ഒരു ദിവസം ഒഴികാതെ നോമ്പ് നോറ്റോ, അല്ലെങ്കിൽ പള്ളിയും ഖുർആൻ ക്ലാസ്സും ആയിട്ട് കഴിഞ്ഞുകൂടിക്കോ, താടി നീട്ടിയിട്ടും ദീന് പ്രവർത്തിച്ചിട്ടും അങ്ങനെ നടന്നാ മതി. അതല്ല ഇസ്ലാം. അതോടൊപ്പം ഇസ്ലാം പറഞ്ഞു, കുടുംബത്തോട് മര്യാദയുണ്ട്, മക്കളെ നോക്കണം, രാത്രി ഭാര്യക്കിന്റെ ഒപ്പരം കിടക്കണം, കുടുംബത്തിന് സുഖം കൊടുക്കണം, അതോടൊപ്പം പള്ളിയിൽ വരണം, വീട്ടിലും ഇരിക്കണം. എന്നാലേ ഇസ്ലാം പറഞ്ഞ മതമാകൂ. ഈ ചിന്തകൾ പിശാച് മനസ്സിലുണ്ടാക്കുമ്പോ അതിനനുസരിച്ചിട്ട് ചിലരുടെ ചിന്തകൾ മാറും. അത് കപട ആത്മീയതയാ, അത് അതിര് കടന്നൊരു ആത്മീയതയാ.
അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ചില ഉമ്മമാരോടും ചില വിശ്വാസികളോടും ആ സംസാരിക്കുന്നത്. അങ്ങനെ ഒരു അതിര് കടന്ന വിശ്വാസം വേണ്ട. ഫത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം. അതിന്റെ അർത്ഥം നിങ്ങൾ പ്രവാചകനെ പോലെ മൗസൂമായി എല്ലാ കാര്യങ്ങളിലും ഭയങ്കര ആത്മീയത കൊണ്ടടന്ന് റസൂലിന്റെ മേലെ പോകണം എന്ന അർത്ഥത്തിലല്ല. സൂക്ഷിക്കണം. കാരണം ആത്മീയത പറഞ്ഞും പിശാച് നമ്മളെ പിഴവിലാക്കും. ചില ആളുകൾ പറയാറില്ലേ, നല്ല ഉസ്താദെ, നല്ല ഭർത്താവാണ്, എന്തും ചെയ്തു തരും, പക്ഷെ ഒരു 10 മിനിറ്റ് അടുത്തിരിക്കൂല, ഒന്ന് പെണ്ണുങ്ങളെയും മക്കളെയും പുറത്തു കൊണ്ടുപോവില്ല. അത് പറയുമ്പോ പറയും അത് ദീനിലില്ല, ഇസ്ലാമിൽ അങ്ങനല്ല എന്ന് പറയുന്ന ചില കപട വിശ്വാസികൾ, കപട ആത്മീയവാദികൾ. വേറെ ചില ഭർത്താക്കന്മാര് പറയും നല്ല പെണ്ണുങ്ങളാ, പുറത്തേക്കിറങ്ങിയ ദീനീ ചിട്ടയിലേ നടക്കൂ, പക്ഷേ വീട്ടിലൊരു ഭർത്താവിനോട് എങ്ങനെയാന്ന് വലിയ പിടുത്തല്ല. ഫുൾ ടൈം എനിക്ക് തിന്നാൻ പോലും കിട്ടാതെ ഖുറാൻ ക്ലാസ്, ഖുറാൻ പഠനം, ഓത്ത്, വായന, കിസ്, അത്രേ ഉള്ളൂ. നോക്കണ്ടി എന്നെ നോക്കിയാലും കൂടിയല്ലേ ദീനുണ്ടാകൂ എന്ന് ചോദിക്കുന്ന ഒരു അമിതമായ ആത്മീയത ഉണ്ടല്ലോ, അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് ഒരുമിച്ച് സന്തോഷിച്ച് നല്ല നിലക്ക് മതത്തെ മുൻപോട്ട് കൊണ്ടുപോകണം. അതാണ് റബ്ബ് പഠിപ്പിച്ചതും. പിശാജ് വഴികേടിലാക്കിക്കപ്പെട്ടപ്പോ, പിശാജിനെ അല്ലാഹു തആല വഴി തെറ്റിച്ചപ്പോ പിശാജ് റബ്ബിനോട് പറഞ്ഞൊരു വഴി ഉണ്ട്. ഖാല റബ്ബി ബിമാ അഗ്വൈതനി ലഉസയ്യിനന്ന. പിശാജ് റബ്ബിനോട് പറയുന്നു, അല്ലാഹുവേ, റബ്ബേ, ബിമാ അഗ്വൈതനി, നീ എന്നെ വഴികേടിലാക്കിയതിനാൽ ലഉസയ്യിനന്ന ലഹും ഫിൽ അർള്, ഭൂമിയിലുള്ള ചില ആളുകൾക്ക് അവര് ചെയ്യുന്നതൊക്കെ ഞാൻ ഭംഗിയാക്കി തോന്നിപ്പിക്കും. അതാണ് ദീന്, അതാണ് വിശ്വാസം എന്ന് ഞാൻ തോന്നിപ്പിക്കും. പക്ഷെ അത് ദീനായിരിക്കൂല. അവർക്ക് തോന്നും ഞങ്ങൾ ആ ദീനിന്റെ ആളുകള്, ഞങ്ങൾ ബലി കൊടുത്തു, ഞങ്ങൾ അങ്ങനെ ഖുറാൻ ക്ലാസ് പോയി, ഞങ്ങൾ കുറെ ദീൻ പഠിച്ചു, ഞാളിങ്ങനെ എല്ലാ ആരാധനാലയങ്ങളിലും തീർത്ഥയാത്രകൾ സംഘടിപ്പിച്ചു, നാജൂരു, അഗ്നീർ, മുത്തുപ്പേട്ടയും സകല ഉസ്താദുമാരെയും ചെന്ന് കണ്ടു, സകല ഷെയ്ഖിന്റെയും ജാറം മൂടി എന്നൊക്കെ അവര് പറയും. പക്ഷേ പ്രവാചകരെ, അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു, വലഉഗ്വിയന്നഹും അജ്മഈൻ, മുഴുവൻ ആളുകളെയും ഞാൻ വഴികേടിലാക്കിയതാ, മുഴുവൻ ആളുകളെയും ഞാൻ വഴികേടിലാക്കിയതാ. ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, ആത്മാർത്ഥമായ ഇഖ്ലാസോടുകൂടി അല്ലാഹുവനുസരിച്ച് ജീവിച്ചവർക്കല്ലാതെ. ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം, പിശാചിന്റെ ദുർമന്ത്രണം പലപ്പോഴും വസ്വാസായിട്ട് മനസ്സിലുണ്ടാകും. അതിന്റെ പ്രാരംഭ ഘടകമാ ഒതു എടുത്താൽ ചിലർക്ക് വസ്വാസ് തീരൂല. വന്നു നിന്ന് കൈകെട്ടാൻ നിന്നാൽ കൈ പൊന്തിക്കണോ, കൈ കെട്ടി അയച്ചിട്ടു, വീണ്ടും കൈ പൊന്തിച്ചു അയച്ചിട്ടു, മൂത്രൊഴിച്ചു എഴുന്നേറ്റ് വന്നു, ഇനിയും ഒഴിക്കണോ, വീണ്ടും മൂത്രൊഴിക്കല്, എഴുന്നേറ്റ് വരല്, ഇങ്ങനത്തെ ഒരു വസ്വാസ് അത് പിശാചിൽ നിന്നുള്ളതാ. അത് മനസ്സിൽ തോന്നുമ്പോ, അതിര് കടന്ന ചിന്തകളിലേക്ക് പിശാച് നമ്മളെ കൊണ്ടുപോകുമ്പോ, പ്രവാചകന്മാർക്ക് അള്ള കൊടുത്ത പരീക്ഷണങ്ങളും കറാമത്തുകളുടെയും കഥകളും ഖുർആനിക വചനങ്ങളും കേൾക്കുമ്പോ നമ്മളും അങ്ങനെ ചെയ്താലേ മുഅ്മിനീങ്ങളാകൂ എന്നല്ല, അള്ളാന്റെ റസൂലുള്ള പഠിപ്പിച്ച രീതിക്കനുസരിച്ച് ജീവിക്കാൻ റബ്ബിനോട് കാവല് ചോദിക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, പിശാചിൽ നിന്ന് എനിക്ക് കാവല് തരണം, എന്റെ ഈമാൻ അനുസരിച്ച് നിന്റെ തൃപ്തിക്ക് വേണ്ടി കുടുംബത്തോടൊപ്പം അള്ളാന്റെ ദീൻ അനുസരിച്ച് ജീവിക്കാൻ. അതാണ് മുഅ്മിനിന്റെ ബാധ്യത. അത്രേ ഇസ്ലാമും ലോകത്തെ പഠിപ്പിക്കുന്നുള്ളൂ. ആ ഇസ്ലാമിനെ ആര് തകർക്കാൻ ശ്രമിച്ചാലും, എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാലും, ഇസ്ലാം ശരിയായ സ്രോതസ്സിൽ നിന്ന് പഠിച്ചാൽ ഇസ്ലാമാണ് ശരി എന്ന് ലോകത്തിന് ബോധ്യപ്പെടും, ബോധ്യപ്പെട്ടിട്ടുണ്ട്, ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസീകും ഇയ്യായ അവ്വലം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നു പോകരുത് എന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് മീഡിയകളിൽ പലതും ഇസ്ലാമിലുള്ള പോരായ്മകളെ പറ്റി അത് മാത്രം ഫോക്കസ് ചെയ്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാര്യമറിയാതെ ആട്ടം കണ്ട് ശത്രുക്കൾക്ക് വളവെച്ചു കൊടുക്കുന്ന ചില മുസ്ലിം നാമധാരികളും നമ്മളെ കൂട്ടത്തിലുണ്ട്. എന്തെങ്കിലും ഇസ്ലാമികപരമായ ഒരു പോരായ്മയെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ ചില തലേക്കെട്ടുകാരും ജാറ വ്യവസായക്കാരും അത് വേഗം വഹാബികൾ, മുജാഹിദീങ്ങൾ, സലഫികൾ എന്നു പറഞ്ഞ് അവരുടെ തലയിലേക്ക് നിക്ഷേപിക്കും.
യഥാർത്ഥത്തിൽ ഇതൊരു പൊതുസമൂഹത്തെയും പൊതുവിശ്വാസത്തെയും മുസ്ലിം സമൂഹത്തെ ഒന്നായി ബാധിക്കുന്ന വിഷയമാണ് എന്ന് ഏതൊരു മനുഷ്യനും തലച്ചോറുള്ളവൻക്ക് തിരിച്ചറിയാൻ സാധിക്കും. പക്ഷെ ആ വിഷയം വേഗം കക്ഷിത്വത്തിന് വേണ്ടി വിഭാഗങ്ങളെ ആക്ഷേപിക്കാനും അതിലേക്ക് ചേർത്തു പറയുന്ന ആളുകൾ. അതുകൊണ്ടാണ് ഒരു പാവപ്പെട്ട പൈതലിനെ ഒരു ഉമ്മ കഴുത്തറുത്ത് കശാപ്പ് ചെയ്തപ്പോ മുസ്ലിം സമൂഹത്തിലുള്ള ഭൂരിപക്ഷം ആളുകളും അത് ഇസ്ലാമികമല്ല എന്ന് വ്യാഖ്യാനിക്കുമ്പോൾ ജാറ വ്യവസായത്തിലൂടെയും കോടികളുടെ ബിസിനസ് നടത്തിയും മക്ബറ പൂജയും അത്തരത്തിലുള്ള അവസ്ഥകളും മാത്രം നടക്കുന്ന ഒരു മനുഷ്യൻ, അതല്ലെങ്കിൽ സക്കാഫത്ത് അഥവാ പരിശുദ്ധവാനാണെന്ന് സ്വയം വാദിക്കുന്ന ഒരു മനുഷ്യൻ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു അത് ഖുർആൻ പരിഭാഷപ്പെടുത്തിയതിന്റെ കുഴപ്പമാ, അത് ചെയ്യാനുള്ള കാരണം ഇന്ന മദ്രസയിലായിരുന്നു ആ പെണ്ണ്, അവിടുത്തെ അധ്യാപികയായിരുന്നു, മക്കൾ പഠിക്കുന്നത് ഇന്ന ആൾക്കാരുടെ സ്ഥാപനത്തിലാണ്, ഞമ്മക്കതുമായിട്ടൊരു ബന്ധമല്ല എന്ന് പറയുന്ന വിവരക്കേട് ഒരു മുസ്ലിം സമൂഹത്തെ പൊതുവായി കൊത്തുവലിക്കാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുമ്പോൾ ശത്രുവിന്റെ ഒപ്പരം കൂടി ഇസ്ലാമിനെ നശിപ്പിക്കുന്ന രീതിയാണത്. അത് കക്ഷിത്വത്തിന്റെ വർത്താനല്ല, ജയിക്കാൻ വേണ്ടിയിട്ടല്ല. ലക്ഷ്യം വെക്കപ്പെടുന്ന ഇസ്ലാമിനെ കൊത്തിവലിക്കാൻ വേണ്ടി വായിട്ട് കൊടുക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളും ഈ മതത്തിന്റെയും ഈ സമൂഹത്തിന്റെയും ശത്രുക്കളാ. അതോടൊപ്പം തന്നെ മറ്റു ചില മതമില്ലാത്ത യുക്തിവാദികളും നാസ്തികരും നവോത്ഥാന നായകരെന്ന് സ്വയം വാദിക്കുന്ന പുരോഗമന നവയാഥാസ്ഥികരും ഇതൊക്കെ ഇസ്ലാമിന്റെ പേരിലേക്ക് പടച്ചുവിടാറുണ്ട്. കണ്ടോ, ഇസ്ലാമിൽ കൊല്ലാൻ ബലി കൊടുക്കാൻ പറയുന്നു, ബലി കൂടാനുള്ള കാരണം ഇസ്ലാമിന്റെ പ്രശ്നമാണെന്ന്. എന്നാൽ ഇന്നത്തെ യാഥാസ്ഥികരോ നാസ്തികതരോ യുക്തിവാദികളോ, കേരളത്തിലെ മുസ്ലിം പേരുള്ള ഒരു യുക്തിവാദി പെൺകുട്ടി തന്റെ 10 വയസ്സ് തികയാത്ത മകനു വേണ്ടി ശരീര പൂർണ്ണ നഗ്നയായി കടന്നുകൊടുത്ത് മകനെ കൊണ്ട് ചിത്രം വരപ്പിച്ചപ്പോ അത് പോക്സോ കേസായിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ പോക്സോ കേസുകൾ വർദ്ധിക്കാനുള്ള കാരണം യുക്തിവാദികളുടെ ഈ തോന്നിവാസമാണെന്ന് വ്യാഖ്യാനിച്ചാൽ പ്രതിരോധിക്കാൻ എന്തു മാർഗമാ യുക്തിവാദികളുടെ കൈകളിലുള്ളത്? ഒരു വ്യക്തി ചെയ്തതിന്റെ പേരിൽ, അതല്ലെങ്കിൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളും കാണിച്ചു കൊടുത്തതിന്റെ പേരിൽ ജോലി നഷ്ടപ്പെട്ട അതേ പെൺകുട്ടിക്ക് ഉള്ള ജോലി നഷ്ടപ്പെട്ടപ്പോ ആ പെണ്ണ് മീഡിയക്ക് മുൻപിൽ പരസ്യമായി വന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ ശരീരം വിറ്റ് വാണിഭം നടത്തും, നിങ്ങളതിന് പെൺവാണിഭം എന്നൊന്നും പറയേണ്ട, ഓൺലൈൻ വാണിഭമാണെന്ന് പറഞ്ഞാൽ മതി. ആ പെണ്ണിന്റെ പ്രയോഗമാണ് കേരളത്തിലുള്ള ലൈംഗിക അരാജകത്വത്തിന് കാരണമെന്ന് നമ്മൾ വ്യാഖ്യാനിച്ചാൽ അല്ലെന്ന് പറയാൻ യുക്തിവാദികൾക്കും നാസ്തികർക്കും എന്തു മറുപടിയും തെളിവായി ലോകത്തുള്ളത്? അതോടൊപ്പം തന്നെ കേരളത്തിൽ ലൂത്തിന്റെ സമുദായത്തെ പോലെ രൂപം കൊണ്ട് ആൺകുട്ടിയാണെങ്കിലും അതേ ആണിന്റെ രൂപത്തിലുള്ള ആണുങ്ങളുമായി വേഴ്ച നടത്തേണ്ടി വരികയും ആണും പെണ്ണും കെട്ട ശരീരത്തിന്റെ ഉടമകളായിട്ടും ഞങ്ങളൊരു ട്രാൻസ്ജെൻഡർ ആണെന്ന് അഭിമാനത്തോടെ പറയേണ്ടതിന് പകരം വേഷം മാറി റോഡ് വക്കുകളിൽ രാത്രികളിൽ ആളുകളെ സ്വാധീനിക്കാൻ ഇറങ്ങുന്ന ഒരു പെണ്ണും ഒരു ചെറുപ്പക്കാരനും ഒരു മുസ്ലിം പെൺകുട്ടിയും മീഡിയക്ക് മുൻപിൽ വന്നിരുന്നു കൊണ്ട് വാത്തോരാതെ അതിനെപ്പറ്റി ന്യായീകരിക്കുമ്പോ അത് കേൾക്കാൻ ഒരു വിശ്വാസി ഇല്ലാതിരിക്കാനുള്ള കാരണം ആ നാണം കെട്ട ലോകത്തെ തോന്നിവാസത്തിന് കൂട്ടുപിടിക്കാൻ അത്തരത്തിലുള്ള നാസ്തികരും നവയാഥാസ്ഥികരും യുക്തിവാദികളുമേ ഉണ്ടാകൂ എന്നുള്ളത് കൊണ്ടാണ്. അതിന്റെ പേരിൽ ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ലൈംഗിക അരാജകത്വത്തിനും തോന്നിവാസത്തിനും പിടിച്ചുപറിക്കും ഇത്തരത്തിലുള്ള പ്രവണതകൾക്കും കാരണം നിങ്ങളാണ്, മതവിരോധികളും മതത്തെ വെറുക്കുന്നവരുമാണെന്ന് പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ളതൊന്നും ഇന്നത്തെ നാസ്തികരുടെയും യുക്തിവാദികളുടെയും കൈകളിലില്ല. കാരണം ഒരു പെണ്ണിന് വേണ്ട സ്ഥാനം പോലും കൊടുത്തത് ഇസ്ലാം എന്ന മതം. ഇസ്ലാം എന്ന മതം കൊടുത്ത സ്ഥാനം ലോകത്തൊരു മതവും ഒരു യുക്തിവാദി സംഘടനകളും ഒരു പെണ്ണിന് കൊടുത്തിട്ടില്ല. പെണ്ണെ, നീ ഒരു മകളാണോ? നിന്റെ മാതാപിതാക്കളുടെ തൃപ്തി വാങ്ങി മരിച്ചാൽ നിനക്കല്ലാന്റെ സ്വർഗമുണ്ട്. പെണ്ണെ, നീ ഒരു ഭാര്യയാണോ? നിന്റെ ഭർത്താവിന്റെ തൃപ്തി വാങ്ങി മരിച്ചാൽ നിനക്ക് സ്വർഗത്തിന്റെ 8 കവാടങ്ങളുമുണ്ട്. പെണ്ണെ, നീ ഒരു ഉമ്മയാണോ? നിന്റെ മക്കളെ പൊന്നുപോലെ നോക്കി ഒരു ഉമ്മാന്റെ ഉത്തരവാദിത്വം നീ ചെയ്താൽ നിന്റെ കാലിന്റെ അടിയിൽ റബ്ബ് സ്വർഗം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിലും വലിയൊരു സ്ഥാനം ഏത് നാസ്തികരും യുക്തിവാദികളും ആ പെണ്ണിന് കൊടുത്ത്? ഇതിലും വലിയൊരു ശ്രേഷ്ഠത ഏത് മത പെണ്ണിന് കൊടുത്ത്? അതുകൊണ്ട് ഇസ്ലാമിനെ പഠിക്കേണ്ടത് മീഡിയകളിൽ നിന്നല്ല, ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിൽ നിന്ന് ഇസ്ലാമിനെ പഠിക്കണം. ഈ പഠിപ്പിക്കപ്പെട്ട മന്ത്രവാദത്തെ പോലും ഇസ്ലാം പഠിപ്പിച്ചത് വഴിമാറിപ്പോകുന്ന ഒരു പ്രയോഗമായിട്ടാ. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, മൻ അതാ ഹൈലൻ, ഏതെങ്കിലും ഒരാൾ ഹൈലുള്ള പെണ്ണിന്റെ അടുത്തേക്ക് ചെന്നാൽ, ഔ ഇംറഅത്തൻ ഫീ ദുബരിഹാ, അല്ലെങ്കിൽ പെണ്ണിനെ പിൻദ്വാരത്തിലൂടെ സമീപിച്ചാൽ, ഒരു പെണ്ണിന്റെ ഹൈലുള്ള സമയത്ത് ആ പെണ്ണിനെ സമീപിച്ചാലും പിൻദ്വാരത്തിലൂടെ ലക്ഷ്യം തെറ്റി പ്രവേശിക്കാൻ ചെന്നാലും,
അതുപോലെ തന്നെയാണ് ഔ കാഹിനൻ, ഒരു മന്ത്രവാദിയുടെ അടുത്തൊരു വിശ്വാസി പോകലും. വഴി തെറ്റിപ്പോയ ഒരു പ്രയോഗമാണത്. ഒരു മന്ത്രവാദിയെയും ഇസ്ലാം ന്യായീകരിച്ചിട്ടില്ല. ഇസ്ലാം പഠിപ്പിച്ച ചില മന്ത്രങ്ങളുണ്ട്, അത് മറ്റൊരാൾക്ക് ചെയ്യാനല്ല, സ്വയം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അല്ലാതെ മറ്റൊരാളുടെ അടിച്ചകർക്കൽ ചികിത്സ മുതൽ മറ്റൊരാളുടെ ശരീരത്തിലേക്ക് കൈവച്ച് അവർക്ക് തടവിക്കൊടുക്കുന്ന ഒരു മന്ത്രവാദ ചികിത്സ പോലും ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചിട്ടില്ല. കാരണം അങ്ങനെ ഒരു മന്ത്രവാദിയുടെ അരികിൽ ചെല്ലലും മന്ത്രവാദം കേൾക്കലും മന്ത്രവാദത്തിനനുസരിച്ച് നീങ്ങലും ലക്ഷ്യം തെറ്റി പ്രവേശിക്കുന്ന ഒരു മനുഷ്യന്റെ പിന്തുരത്തിൽ കയറ്റുന്നതിന് സമമാണ് എന്ന് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഓർമ്മപ്പെടുത്തുന്നു, ഫസദ്ദഖഹു ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ. അതാരെങ്കിലും ചെയ്താൽ, ഇത് മൂന്നും ആരെങ്കിലും ചെയ്താൽ, മുഹമ്മദിലൂടെ അള്ളാഹു അവതരിപ്പിച്ച ഖുർആനിനെ കളവാക്കിയവരാണവർ. ഇത്രമാത്രം പ്രകടമായി സ്പഷ്ടമായി ഇസ്ലാമിന്റെ മാർഗത്തെ ലോകത്തിന് ഓതിക്കൊടുത്തിട്ടും ആരൊക്കെയോ ലക്ഷ്യം വെച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികേടിൽ നിന്ന് ഒരിക്കലും ഇസ്ലാമിനെ അളക്കരുത്. ഇസ്ലാം ഒരു ഇസ്സത്താ. ആ ഇസ്ലാമിന്റെ ഇസ്സത്ത് അനുഭവിക്കുന്നവര് ഈ ലോകത്തുണ്ട്. ആ ഇസ്സത്ത് അനുഭവിക്കുന്നവരാരാ? കേവലം പ്രകടന പരത കൊണ്ട് കപട ആത്മീയത കാണിക്കുന്നവരല്ല. പേരുകൊണ്ട് മുസ്ലിമായ ഫാത്തിമയും രഹനയും മറ്റേതെങ്കിലും പെണ്ണുങ്ങളല്ല. പേരുകൊണ്ട് ജബ്ബാറും മുസ്ലിമായ മറ്റേതെങ്കിലും വ്യക്തികളല്ല. ഇസ്ലാമിന്റെ ഇസ്സത്ത് ഇസ്ലാമിന്റെ ഖുർആനിൽ നിന്ന് കൃത്യമായി പാഠം പഠിച്ച് ഇസ്ലാമിന്റെ ഇസ്സത്തിനനുസരിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്. ആ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ പെടാൻ റബ്ബിനോട് പ്രാർത്ഥിച്ച് മുൻപോട്ട് പോയാൽ ജീവിതം ഓരോ നിമിഷവും ആനന്ദമാ, സന്തോഷമാ. ആ രീതിയിലാ ഇസ്ലാം ലോകത്തിന് സമാധാനം പഠിപ്പിച്ചതും. ഇസ്ലാമിന്റെ അത്ര സമാധാനം ലോകത്തെ വ്യാഖ്യാനിച്ച, ഇസ്ലാമിന്റെ അത്ര സ്ഥാനം സ്ത്രീകൾക്കും സമൂഹത്തിനും കുടുംബത്തിനും മക്കൾക്കും കൊടുത്ത ഒരു മതവും ലോകത്തില്ലെന്ന് പഠിക്കണമെങ്കിൽ വേണ്ടാത്ത ചിന്തകളും കക്ഷിത്വവും പകയും മനസ്സെന്ന് മാറ്റിവെച്ച് യഥാർത്ഥ ഇസ്ലാമിനെ പഠിക്കാൻ തയ്യാറാവണം. അതൊരു പക്ഷേ തലേക്കെട്ടുകാരും ജാറക്കാരുമായ ആളുകൾക്ക് തിരിഞ്ഞോളണമെന്നില്ല. അവർക്ക് ലക്ഷ്യം പണമാ, അവർക്ക് ലക്ഷ്യം ഇത്തരത്തിലുള്ള പ്രവണതകളാ. ഇസ്ലാമിനെ നാട്ടുകാർക്ക് കൊത്തിവലിക്കാൻ മീഡിയകളിൽ അടവിട്ട് കൊടുക്കുമ്പോ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഇസ്ലാമിന്റെ ഇസ്സത്ത് നശിപ്പിക്കരുത്, അത് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാ. അല്ലെങ്കിൽ പടച്ചോനോട് കണക്ക് പറയേണ്ടി വരും. അള്ളാഹുവിന്റെ ദീനിനെ നെഞ്ചോട് ചേർക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബെ, അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വ തെറ്റുകളും പുറത്ത് നിന്റെ സ്വർഗ്ഗപൂങ്കാവനത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. അള്ളാഹുവേ, മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണമേ. നാദാ, കുടുംബ ജീവിതത്തിൽ പിശാചുണ്ടാക്കുന്ന വിള്ളലുകളിൽ നിന്ന് ഓരോ കുടുംബ ബന്ധങ്ങളെയും കാത്തുരക്ഷിച്ച് നിന്റെ ദീനി ചിട്ടയിൽ മുൻപോട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന നിരവധി ആളുകളുണ്ട് നാദ, പല സുഖേടുകളും. നാദ, ഓരോ അസുഖങ്ങളും നീ എളുപ്പത്തിൽ ഞങ്ങളിൽ ഓരോരുത്തർക്കും ഷിഫ ആക്കി നൽകണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. അല്ലാഹുവേ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട് നാദ. ഈ ഒരു മഹാപകർച്ചവ്യാധിയിൽ പെട്ട് അല്ലാത്ത പല സൂക്കേടുകളിലും പെട്ട് വേദന തിന്ന് സങ്കടപ്പെട്ട് ജീവിക്കുന്ന നിരവധി രോഗികളുണ്ട് റബ്ബേ. പടർന്നു പന്തലിക്കാണ് നാദ ഈ അസുഖം ഞങ്ങൾക്കിടയിൽ. നാദ, അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും എളുപ്പത്തിൽ അത് ഷിഫയാക്കി നൽകുകയും ക്ഷമയോടെ അതിനെ നേരിടാനുള്ള തൗഫീക്ക് നീ അവർക്ക് ഓരോരുത്തർക്കും ഞങ്ങൾക്കും പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. നാദാ, ഓരോരുത്തരായി ഞങ്ങളിൽ നിന്ന് യാത്ര ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. മരണപ്പെട്ട ഒരുപാട് ആളുകൾ, മയ്യത്ത് കാണാൻ പറ്റാത്തവർ, മയ്യത്തൊന്ന് സന്ദർശിക്കാൻ പറ്റാത്തവർ, അവസാനമായി ഞങ്ങൾക്ക് ഒരു നല്ല നിസ്കാരം പോലും കൊടുത്ത് യാത്രയാക്കാൻ പറ്റാത്തവർ. റബ്ബേ, നാളെ പരലോകത്ത് നിന്റെ സ്വർഗത്തിൽ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടുന്നതോടൊപ്പം മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഓരോ സഹോദരങ്ങൾക്കും മാതാപിതാക്കൾക്കും മക്കൾക്കും ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും ഖബർ വിശാലമാക്കുകയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.